Good evening, children. നമ്മൾ ഓൾറെഡി ഇന്ന് എടുത്ത വരെയുള്ള വിക്ടേഴ്സ് ക്ലാസ്സിൽ ഇന്നാണ് നെവർ നെസ്റ്റ് എൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര പേരിത് കാണുന്നുണ്ട് എന്നുള്ളത് ഐ എം ഡൗട്ട്ഫുൾ. എന്തായാലും നിങ്ങളിത് കാണണം. കണ്ടാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ള് അതിൽ ഇംഗ്ലീഷിൽ പറയുന്നതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി മലയാളത്തിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കാണുക. കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ട് പലരും ഇടുന്നില്ല. അപ്പോൾ എന്തായാലും ഇടുക. ഹോംവർക്ക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. നമ്മൾ നെവർ നെസ്റ്റിൽ എന്താണ് നമ്മൾ കാണുന്നത്? നെവർ നെസ്റ്റിൽ നമുക്ക് കാണുന്നത് അത്രയ്ക്കും ലോ ഇൻകം ഉള്ള ഒരാളാണ് ജാക്ക്. അപ്പോൾ ജാക്കിൻ്റെ ഫാമിലിയിൽ ജാക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാക്കിന് കോസി ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനാണ് താല്പര്യം. ആ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നതിന് ജാക്കിന് അതിനുള്ള ഇൻകം ഇല്ല. പക്ഷേ അയാൾ എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങളിലുമാണ് അയാൾ ജീവിക്കുന്നത്. ആ ജീവിതം അയാളെ പതുക്കെ കടങ്ങൾ കൂടുതൽ വരുത്തുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഓണ്ട് അവരെ വിസിറ്റ് ചെയ്യുന്നത്. ഓൺ ജെയിനാണ് അവരുടെ പേര്. അപ്പോൾ അവരാണ് അതിൻ്റെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു റിയൽ ട്രൂത്ത് ഈ ജാക്കിൻ്റെയും ജില്ലിൻ്റെയും ഈ എല്ലാത്തിലും ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളൊരു രീതി ഫോളോ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് കൊടുക്കുന്നത് നമ്മളുടെ ഓൺ ജെയിനാണ്. അപ്പോൾ ഇതിൽ ഒരു കൺസ്യൂമർ സൊസൈറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജാക്കിനെ. കാരണം കൺസ്യൂമർ സൊസൈറ്റിയിൽ നമ്മൾ ഉപഭോഗത്തിൽ വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരം എന്നാണ് അതിന് പറയാം. അപ്പോൾ അത് ഓരോ പ്രോഡക്റ്റും വളരെ താല്പര്യത്തോടുകൂടി വാങ്ങിക്കുകയും അത് എൻജോയ് ചെയ്യണം. അടുത്ത ആളുടെ വീട്ടിലത് കാണുമ്പോൾ ഉടനെ തന്നെ എൻ്റെ വീട്ടിലത് വേണം എന്നുള്ളൊരു താല്പര്യത്തോടുകൂടി അത് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും അവിടെ പൈസ തൻ്റെ ഇൻകം എത്രയുണ്ടെന്ന് നോക്കാതെ ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് കൺസ്യൂമർ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മലയാളികൾക്ക്, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, മലയാളികൾക്ക് അത് വളരെ കൂടുതലുള്ളവരാണ് മലയാളികൾ. അപ്പോൾ കൺസ്യൂമർ കൾച്ചറിലേക്ക് വീണ് കഴിഞ്ഞാലുള്ള പ്രശ്നം ആദ്യം നമ്മൾ പലതും വാങ്ങിക്കൂട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വാങ്ങാനുള്ളൊരു ടെൻഡൻസി ഈ കൺസ്യൂമർ കൾച്ചറിൽ ഉണ്ടാവും. നമ്മൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതിന് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഗുഡാണ്. പക്ഷേ അൺനെസസറി, ഇപ്പോൾ അതിൽ കാണിക്കുന്ന കാറ് അല്ലെങ്കിൽ റേഡിയോ, ഇതൊക്കെ റേഡിയോ, അതുപോലെ തന്നെ അവിടെ സോഫ സെറ്റ്, അതുപോലെ തന്നെ നേഴ്സ്, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വീടെന്ന് പറയുമ്പോൾ വീട്ടിലും അവരുടെ ഇൻകം അനുസരിച്ചിട്ടുള്ള ഒരു വീടല്ല അവർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഇൻകമിന് മുകളിലായിട്ടാണ് അവരുടെ ചിലവുകൾ വരുന്നത്. ആ ഒരു ചിലവ് അവരെ പതുക്കെ അവരുടെ കടങ്ങളിലേക്ക് നയിക്കുന്നു. ആ കടം പിന്നീട് അവരെ വേദനയിലേക്കാണ് എത്തിക്കുക, പ്രശ്നങ്ങളിലേക്കും വേദനകളിലേക്കുമാണ് എത്തിക്കുക. കാരണം കടം കയറിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ അത് കൊണ്ടെത്തിക്കുകയും വലിയൊരു കടത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒന്നും തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പതുക്കെ അവർ നീങ്ങും. അപ്പോൾ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഓൺ ജെയിൻ ഇത്രയ്ക്കും ബോദർ ചെയ്ത് ഓൺ ജെയിൻ പറയുന്നത് ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. അവർ വളരെ ഷോക്ക്ഡ് ആവുന്നത്. അവർക്ക് ഒരു ഒട്ടും കടമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. സോ ഷീ എവർ സേസ് ഇറ്റ് ഈസ് ബെറ്റർ to live like that. So she is advising Jack and Jill family to live such a life without any debts, without any borrowing. ഒരു തരത്തിലുള്ള കടങ്ങളും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് അവരോട് ഓൺ ജെയിൻ അവരെ അഡ്വൈസ് ചെയ്യുകയും അതിന് ഒരു ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇതായിരുന്നു നമ്മളുടെ ആ ഒരു ലെസണിൻ്റെ സമ്മറി. അതിൽ നമ്മൾ അവസാനം കാണുന്നുണ്ട് ഈവൻ അവരുടെ ബേബി പോലും ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു അവർ. അപ്പോൾ അത്രയും പോലും
എല്ലാം അത് അതിൻ്റെ ഒരു എക്സ്ട്രീമിറ്റി കാണിക്കുന്നതാണ്. ബേബിയുടെ കേസിൽ നമ്മളവിടെ ആ ഒരു ഇത് കാണിക്കുന്നത് അത്രയും കൺസ്യൂമറിസ് കൾച്ചറിൻ്റെ അഡിക്റ്റീവ്സ് ആണെന്നുള്ളൊരു ഇത് കാണിക്കുന്നതാണ് ആ ഒരു ഇതിലൂടെ നമ്മളോട് കാണിക്കുന്നത്. ബേബി പോലും ലാസ്റ്റ് പൈസ കൊടുത്ത് വിടുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്ട്രീമിറ്റി കാണിക്കുന്നതാണ് നമ്മൾ. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി 1 കിടക്കാം. ടൈറ്റിൽ, സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടൈറ്റിൽ എന്താണ്? നെവർ നെവർ നെസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ. സോ നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നെവർ നെവർ നെസ്റ്റ്. നെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്മോൾ കേജ് അല്ലെങ്കിൽ ഒരു ചെറിയ കൂടാണ്. അപ്പോൾ നെവർ നെവർ ആ നെസ്റ്റ് ദേ ആക്ച്വലി ജാക്ക് ആൻഡ് ജിൽ ബോത്ത് ഓഫ് ദം ആർ ട്രൈങ് ടു മേക്ക് എ സ്മോൾ നെസ്റ്റ് but they couldn't make it because of these installments, because they are spending money more than what they have. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒരിക്കലും നെസ്റ്റ് ആവില്ല എന്ന് പറയുന്നത്. എന്താണ്, അവർ ആ നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ നെസ്റ്റ് അവരുടെ നെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അവർ ഓരോന്നും വാങ്ങിക്കൂട്ടുന്നത്. പക്ഷേ ഈ ഇൻസ്റ്റാൾമെൻറ്റ്സ് അവർ ഒരിക്കലും ഒരു നെസ്റ്റ് ഉണ്ടാകാത്ത രീതിയിലേക്ക് ആക്കി തീർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു റിയാലിറ്റി ഓൺ ചെയിൻ പറയുമ്പോൾ മാത്രമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഒരു ഡേഞ്ചർ മനസ്സിലാക്കുന്നത്. അതാണ് ആ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. സോ അവരുടെ ഡ്രീം ഒരു സ്വന്തം ഒരു വീട് ഉണ്ടാവുക, അതിലെല്ലാ തരത്തിലുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ വിഷ്. ബട്ട് ബിക്കോസ് ഓഫ് ദിസ് ഇൻസ്റ്റാൾമെൻറ്റ് മേജർ ആൻഡ് ദിസ് ബോറോയിങ് ഹാബിറ്റ് ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. അത് ഒരു ഡ്രീമായിട്ട് തന്നെ നിൽക്കുക, അതൊരിക്കലും സംഭവിക്കാത്തൊരവസ്ഥയിലേക്ക് നീങ്ങും. ആ വീട് തന്നെ പിന്നീട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങാം. അതുകൊണ്ടാണ് അതിന് സെഡ്രിക് മൗണ്ട് നെവർ നെവർ നെസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ക്യാരക്ടേഴ്സിനെ നോക്കാം. ക്യാരക്ടേഴ്സ് ഫസ്റ്റ് ജാക്കാണ്. ജാക്ക് നമുക്ക് പറയാം റെപ്രസെൻറ്റേറ്റീവ് തന്നിട്ടുണ്ട്. കൺസ്യൂമർ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കൺസ്യൂമർ കൾച്ചറിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് ജാക്കിനെ പറയാം. ആൻഡ് ഹി ഈസ് എൻ ഓർഡിനറി മാൻ അഡിക്റ്റഡ് ടു ദ കൺസ്യൂമറിസം ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ബൈയിങ്ങിൻ്റെ ഒരു അഡിക്റ്റാണ് നമ്മളുടെ ജാക്ക്. ഇനി സെക്കൻഡ് വൺ ജില്ലാണ്. നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ പറയാം ജിൽ എന്ന് പറയുന്ന ഒരു ഒബീഡിയൻ വൈഫാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ജിൽ ഈസ് ഓൾസോ ടു ആൻ എക്സ്റ്റെൻറ്റ് ഷീ ഈസ് ഓൾസോ അഡിക്റ്റഡ് ടു ദിസ് കൺസ്യൂമർ കൾച്ചർ. ബിക്കോസ് ഓരോന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് ജില്ല് ജാക്കിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. ഓരോ കോസി ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി അവർക്കും താല്പര്യമുണ്ട്, അവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ വരവിനേക്കാൾ കവിഞ്ഞ ലക്ഷറി അവരാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും. അതുപോലെ അവരുടെ ഒരു ഒരു പൊങ്ങച്ചം, ആ ഒരു പ്രൗഡ് നമ്മൾ പലപ്പോഴും അവരുടെ സംസാരത്തിൽ നിന്നും റേഡിയോൻ്റെ കേസിലാണെങ്കിലും ശരി, കാറിൻ്റെ കേസിലാണെങ്കിലും എല്ലാത്തിലും ജില്ല് ഫസ്റ്റ് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ആൻറ്റിയുടെ അടുത്ത്. ഇതൊക്കെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു ഞങ്ങൾക്കത് വളരെ നല്ലൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ലക്ഷറി അവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ സംസാരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദെൻ തേർഡ് വൺ ഓൺ ജെയിൻ ആണ്. ഓൺ ജെയിൻ ഹീസ് എ വെരി പ്രാക്ടിക്കൽ വുമൻ. she is a very practical woman, and at the same time she is a woman who never wished to have a debt. ഒരിക്കലും ഒരു പെനി പോലും ഒരാളുടെ നിന്ന് കടം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കടപ്പെടാനോ ആഗ്രഹിക്കാതെ, ഷീ നെവർ ഓൺ, അവർ വളരെ ക്ലിയർ ആയിട്ട് അതിൽ പറയുന്നുണ്ട്, ഐ നെവർ ഓൺ എ പെനി ടു എനിവൺ. എനിക്ക് ആരോടും ഒരു കടമില്ല, അല്ലേ, ഒരു ചെറിയ എമൗണ്ട് പോലും എനിക്ക് കടമില്ല, ഞാൻ അങ്ങനെ ഒരു ലൈഫാണ് ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മളോട് പറയുന്നുണ്ട് അവരത്. സോ അതിൽ നിന്ന് തന്നെ അവരുടെ ഒരു ലൈഫ് വ്യക്തമാണ്. അവർ അത്രയ്ക്കും വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്നൊരു ലേഡിയാണ്. അത്രയും ഇതൊന്നും താല്പര്യമില്ലാതെ കറക്റ്റായിട്ട് വളരെ സ്ട്രെയിറ്റായിട്ട് ജീവിക്കുന്ന ഒരു ആളാണെന്നുള്ളത്
അവരുടെ ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് വളരെ ക്ലിയറാണ്. അപ്പോൾ അതുപോലൊരു ലൈഫ് ജാക്കിനോടും ജില്ലിനോടും ജീവിക്കാനാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. ദെൻ സെറ്റിങ്സിൽ പറയുന്നത്, സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റിംഗ് വെച്ചാൽ വെയർ ദ പ്ലേ ഹാപ്പൻസ്. എവിടെയാണ്? ദ ലോഞ്ച് ഓഫ് ജാക്ക് ആൻഡ് ജിൽ ആണ്. ജാക്ക് ആൻഡ് ജിൽ വില്ല അറ്റ് ന്യൂ ഹാംസ്റ്റഡ് ആണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. എവിടെയാണ് ആ കഥ നടക്കുന്നത്, അതാണ് സെറ്റിംഗ്. ദെൻ പ്ലോട്ട് എന്താണ്? ദ കപ്പിൾ ജാക്ക് ആൻഡ് ജിൽ ദേ ബൈ ഈച്ച് ആൻഡ് എവറി ലക്ഷറി തിങ്സ് or luxurious things beyond their earning through installment basis, and they live very happily, and they are living cheerfully, but they are not aware of the danger in this, and they would be struggling under the burden ഓഫ് ദിസ് ഡെപ്റ്റ് ഇൻ നിയർ ഫ്യൂച്ചർ. അതാണ് അവിടുത്തെ പ്ലോട്ട് അതാണ് നമ്മൾ കഥ. അതിൻ്റെ മൂലതന്തു എന്താണെന്നാണ് ചോദിക്കുന്നത്. അവർ ഇനി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും, അവർക്ക് ഈ ഒരു ഡെപ്റ്റിൻ്റെ പേരിൽ അവർ സഫർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ദെൻ മെസ്സേജ് ഓഫ് ദ പ്ലേ എന്തായിട്ട് നമുക്ക് പറയാം? എക്സ്ട്രാവേഗൻസ്. ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൺസ്യൂമർ കൾച്ചറിനെ നമ്മൾ ഒരു പരിധി കൂടുതൽ നമ്മൾ കൺസ്യൂമർ കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. It is better to be cautious about that, and at the same time നമ്മൾ എക്സ്ട്രാവേഗൻസ്, ആ ഒരു അധിക ചിലവിനെ ഡിറ്റസ്റ്റ് ചെയ്യും. ത്രിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലുള്ളതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ത്രിഫ്റ്റ്. അതിനെ നമ്മൾ സ്വീകരിക്കുകയും എക്സ്ട്രാവേഗൻസ്, അധിക ചിലവുകളെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ മെസ്സേജ്. ദെൻ ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ആക്ടിവിറ്റി ചോദിച്ചിരിക്കുന്നത് 2ൽ ചോദിച്ചിരിക്കുന്നത് നെവർ നെസ്റ്റ് ഒരു ക്ലാസ് റൂം ഡിബേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു എന്തെങ്കിലും ഒരു സ്പീച്ചായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ പോയിൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈ സ്വിക്കേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം എ ബൂൺ ഓർ എ ബെയിൻ എന്ന് വെച്ചാൽ ഈ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണോ അല്ലെങ്കിൽ അതൊരു കേഴ്സ് ആണോ, ഒരു ശാപമാണോ, ഗുണമാണോ ശാപമാണോ എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് എന്ത് പറയാം? നമുക്കതിന് ഡിബേറ്റ് എന്ന് പറയുമ്പോൾ അതിനോട് ഫേവർ ചെയ്ത പോയിൻറ്റ്സും ഉണ്ടാവണം, അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വേണം. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? യെസ്, ഒരു പുവർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നുണ്ട് 2 മിഡിൽ ക്ലാസ് ഫാമിലീസിനെ സ്പെഷ്യലി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചാണെങ്കിൽ ദിസ് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഇസ് ബെനഫിഷ്യൽ. വൈ? കാരണം അവർക്കും ലക്ഷറി എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ദിസ് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീംസിലൂടെ നൽകുന്നത്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം ഡിസയേഴ്സ്, അവരുടെയും ആഗ്രഹങ്ങൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിലൂടെ അവർക്ക് മന്ത്ലി ആയിട്ട് ഇത് പേ ചെയ്യുന്നതിലൂടെ അവർക്കും ഈ ലക്ഷറിയുടെ ഒരു ചെറിയ പാർട്ടെങ്കിലും അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അത് ലോ ഇൻകം ഗ്രൂപ്പിന് എന്ത് സാധനവും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതിൻ്റെ പ്രശ്നം നാച്ചുറലി ഇറ്റ് മേക്സ് പീപ്പിൾ എക്സ്ട്രാവാഗൻറ്റ്. അധിക ചിലവുള്ളവരാക്കി കൂടുതൽ ആളുകളെ ഇത് മാറ്റുന്നു. മിഡിൽ ക്ലാസ് ഫാമിലീസിനെ ഇത് നോർമലി എക്സ്ട്രാവാഗൻ്റ് ആക്കി മാറ്റുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ്? അടുത്തൊരു സ്റ്റെപ്പായിട്ട് എന്താണ് സംഭവിക്കുക? മിഡിൽ ക്ലാസ് ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നം, നമ്മളുടെ ഇൻകം നമ്മൾ ഈ എക്സ്ട്രാവാഗൻ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം, നമുക്ക് എന്തെങ്കിലും ഒരു അധിക ചിലവ് ഒരു മാസം വന്നു കഴിഞ്ഞാൽ ഈ മൊത്തം കാൽക്കുലേഷൻസ് തെറ്റും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വേറൊരു എക്സ്ട്രാ ഒരു കല്യാണം, എന്തെങ്കിലും അതുപോലെ വന്നു കഴിയുമ്പോൾ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഈ ഒരു കാൽക്കുലേഷൻ തെറ്റുകയും പെട്ടെന്ന് തന്നെ അത് കടം വാങ്ങിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യും. ദെൻ അവിടെ നിന്ന് തുടങ്ങി പിന്നീട് വീണ്ടും കടങ്ങളിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു കടത്തിലേക്ക് കൂടി അവർക്ക് പിന്നെ അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ലൈഫ് ലോങ് ആ കടം അവർക്കൊരു ഒരു ബാരിയറായിട്ട് നിൽക്കും, ഒരു പ്രശ്നമായിട്ട് തന്നെ
നിൽക്കും. ഇറ്റ് ടെംസ് ടു ബൈ ഈച്ച് ആൻഡ് ലക്ഷറി ലൈഫ് ഇൻസ്റ്റാൾമെൻറ്റിലൂടെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ വേറെ പലതും ഇൻസ്റ്റാൾമെൻറ്റിലൂടെ വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി ഇത് അവർക്ക് ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് അവർക്ക് കടം വാങ്ങിക്കാനുള്ള ടെൻഡൻസി വരും. അതുപോലെ തന്നെ പതുക്കെ അവർക്ക് ആ ഒരു മൊമെൻ്ററി പ്ലഷേഴ്സാണ് ഈ സാധനങ്ങൾ നൽകുള്ളൂ. ഈ ലക്ഷറി ഐറ്റംസ് അവർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അത് അവർക്കൊരു ബേർഡനായി തീരുകയും ചെയ്യും. അത് പിന്നീട് വലിയ വലിയ കടങ്ങളിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന പ്രശ്നം. ഗുണം നമ്മൾ പറഞ്ഞു, യെസ്, അത് അവർക്ക് പ്ലഷേഴ്സ് നൽകുന്നുണ്ട്. ഒരു ചെറിയ ഇൻകത്തിലും അവർക്ക് ബിഗ് ലക്ഷറീസ് എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് അവർക്ക് നൽകുന്നത്. സോ ഇവിടെ നമ്മൾ ഇനി ലാംഗ്വേജ്, ഓക്കെ, ഇതാണ് ഇന്നത്തേക്ക് ഇത്രയും പറയുന്നുള്ളൂ. കാരണം ലാംഗ്വേജ് ആക്ടിവിറ്റീസ് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നോക്കാം, നാളെ നമുക്ക് ക്ലാസ്സുകളെക്കുറിച്ച് എങ്ങനെയാണെന്ന് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇടും. താങ്ക് യു.